വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു. ചങ്ങരംകുളം പോലീസും പഞ്ചായത്തും സംയുക്തമായാണ് അടിയന്തരമായി യോഗം ചേർന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ വന്ന് നെസ്റ്റോടെ അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് അതിന്റെ യൂട്ടേൺ ബ്ലോക്കിന്റെ അവിടേക്ക് മാറ്റണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന്. പാലത്തിന്റെ അടിയിൽ പാർക്കിംഗ് ആണോ ഉദ്ദേശിച്ചത്? അതിപ്പോ പാലത്തിന്റെ അടിയിൽ ആ റൗണ്ട് ബോട്ടിന്റെ അവിടെ യാതൊരു വാഹനങ്ങളും പാർക്ക് ചെയ്തു, ബസ് അടക്കം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ വിക്ടറി ഐറ്റിയുടെ അവിടെ സീതാലയം വരയ്ക്കണം. അതൊരു ഹോസ്പിറ്റലിന്റെ അവിടെ ഹോസ്പിറ്റലിന്റെ അവിടെ കടക്കാനേ അവിടെ ഹോസ്പിറ്റലിന്റെ അവിടെ രണ്ട് പിന്നെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് PWDക്കാർക്ക് എടപ്പാൾ പട്ടാമ്പി റോഡ് മുതൽ സഫാരി ഗ്രൗണ്ട് വരെയും എടപ്പാൾ തൃശൂർ റോഡ് ദുബായ് മാൾ വരെയും എടപ്പാൾ കുറ്റിപ്പുറം റോഡ് ശോഭിക സിൽക്സ് വരെയും വഴിയോര കച്ചവടം ഒഴിവാക്കുകയും ഫുട്പാത്തിൽ ഇറക്കിവെച്ച് കച്ചവടം ചെയ്യുന്നത് ഒഴിവാക്കാൻ നടപടിയെടുക്കുകയും ബസ് ഓണേഴ്സുമായി ചർച്ച നടത്തുകയും തെരുവിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുകയും ചെയ്യാൻ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ബോർഡ് വെക്കാനുള്ള പാർക്കിംഗ് അതിന് ആ പാർക്കിംഗ് വേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈനിൽ നമ്മൾ വരക്കണം. നേതാജി റോഡിലെ ബൈക്ക് പാർക്കിംഗ് നിർത്താം. പുനമുച്ചി റോഡിലെ വേണമെന്നല്ലേ? പുനമുച്ചി റോഡിലെ അത് തൊട്ടപ്പുറത്തെ മീൻ മാർക്കറ്റ് എന്തായാലും എന്നാലും ഇവിടെ കൊണ്ടുവരും. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് MA നജീബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് കഴുങ്കിൽ, പഞ്ചായത്ത് സെക്രട്ടറി R രാജേഷ്, ചങ്ങരംകുളം പോലീസ് SI ശ്രീലേഷ്, പൊന്നാനി MVA B പ്രകാശ്, MA നവാബ്, സുകുമാരൻ, ബാലൻ പുളിക്കൽ, അസീസ് കരിമ്പനക്കൽ, സുലൈമാൻ തൊണ്ടിയിൽ, ഗഫൂർ മുദൂർ, മെമ്പർ ചന്ദ്രബോസ്, ശങ്കരനാരായണൻ ശുഗപുരം, ബൈനിഷ്, UK മുഹമ്മദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. CNTV എടപ്പാൾ.